പിഴപ്പിച്ചു കളയുമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ആളുകൾ വന്നിട്ട് എന്തെങ്കിലും വിവരം പറയുമ്പോൾ അത് വലിയ അത്ഭുതകരമായ സംഗതിയാണെന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള വിഷയങ്ങൾ പെട്ടുപോവുകയോ നമ്മുടെ സ്ത്രീകളെ കാണാനുള്ള ചാൻസ് ഉണ്ടാക്കുകയോ ചെയ്യരുതെന്ന് കൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുകയും പഠിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങൾക്ക് അതാ ഖബറിൽ സന്തോഷമുണ്ട്, സൽക്കർമ്മങ്ങൾ വന്നവരെ സമാധാനിപ്പിക്കാനുണ്ട്. അതേ സമയം സുഹൃത്തുക്കളെ, ഖബറിൽ അതാ ദുഷ്കർമ്മങ്ങൾ വന്ന് ഖബറിൽ ശല്യം ചെയ്യുന്ന മുനാഫിക്കുകളും അതുപോലെ മലായിക്കത്തിന് മറുപടി പറയാൻ കഴിയാത്ത കപട വിശ്വാസികളും അവിശ്വാസികളും തെമ്മാടികളുമുണ്ട്. പടച്ച റബ്ബ് കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ട്. അതിനുശേഷം മനുഷ്യന്റെ നന്മ തിന്മകൾ അതിനെക്കുറിച്ച് റിക്കാർഡ് വിതരണം ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സമയമുണ്ട്, തൂക്കി നോക്കി ബോധ്യപ്പെടുത്തുന്ന സമയമുണ്ട്, സിറാത്ത് പാലം കടന്നു പോകേണ്ട സമയമുണ്ട്. പടച്ച റബ്ബിന്റെ അടുക്കൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തെ ദൈർഘ്യം ഒരൊറ്റ ദിവസത്തിലുള്ള ഒരു നൃത്തം റബ്ബിന്റെ കോടതിയിൽ നിൽക്കാനുണ്ട്. ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണോ ഒരു മൈലോ മാത്രം മേലെ ഉദിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ അർശിന്റെ തണല് കിട്ടുന്നവരുണ്ട്. ആ തണല് കിട്ടുന്നവരെ കൂട്ടത്തിൽ അർഹതയൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങളെയും ഞങ്ങളെ ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ പ്രിയം വെച്ചവരെയും പെടുത്തണേ അല്ലാ. വറജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമാ അലൈഹി വതഫാറഖാ അലൈഹി, പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക്, ആ സ്നേഹത്തിൽ ഒത്തൊരുമിച്ച് ജീവിച്ച് പിരിഞ്ഞവർക്ക് ആ തണല് കിട്ടുമെന്നല്ലേ പറഞ്ഞത്. തണല് കിട്ടുന്ന 7 വിഭാഗത്തെ കുറിച്ച് 7 ദിവസം ഞാൻ പ്രസംഗിച്ച സീഡിയുണ്ട്. സൂറത്ത് യാസീൻ 7 ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. സൂറത്തുർ റഹ്മാൻ 7 ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. സൂറത്ത് ലുഖ്മാൻ 12 ദിവസം പ്രസംഗിച്ചതുണ്ട്. അതൊക്കെ വാങ്ങി കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ടതാകട്ടെ. ആ മഹ്ശറിൽ വെച്ച് മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യുന്ന സമയമുണ്ട്. അവിടെ റബ്ബിന്റെ മുമ്പിൽ ഈ പാവപ്പെട്ടവര് നന്ദി ചെയ്ത് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും കാണുന്നില്ല. കാരണം ചെയ്ത അമലന്റെ റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ എന്നെനിക്കറിയില്ല. ഈ റമദാനിലും കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റബ്ബേ, ഞങ്ങളുടെ അമലൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകൾ എന്റെ രാജാവ് എനിക്ക് പുറത്തു തന്നോ ഇല്ലേ അതും എനിക്കറിയില്ല. അത് റബ്ബിന്റെ അധികാരത്തിലാണ്. ഈ റമദാനിൽ നീ എത്രയോ ആളുകൾക്ക് പൊറുക്കുന്നുണ്ടല്ലോ അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. ഈ നരകത്തിൽ എത്രയോ ജനങ്ങളെ ഈ റമദാനിൽ മോചിപ്പിച്ച് സ്വർഗാവകാശികളാക്കുന്നുണ്ടല്ലോ. അല്ലാഹുമ്മ അത്ഖിനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ, സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അങ്ങനെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങൾ സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിലുള്ളതൊന്നും ഇവിടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല. അവിടെയുള്ള രുചിയുള്ള ഭക്ഷണങ്ങളും മാംസങ്ങളും, അവിടെ അതാ കുറ്റം പറയാൻ ആരുമില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ ആരുമില്ല, ചീത്ത പറയാൻ ആരുമില്ല. അവിടെ ഗീബത്ത് പറയുന്നവനില്ല, കള്ളം പറയുന്നവനില്ല, അസൂയക്കാരനില്ല, തെറ്റിദ്ധരിപ്പിക്കുന്നവരില്ല. അവിടെ
അവിടെ അതാ ഒരു മോശക്കാരനുമില്ല, അഹങ്കാരിയില്ല, അസൂയക്കാരനില്ല, വിദ്വേഷക്കാരനില്ല. അവിടെ നല്ല മനസ്സുള്ളവരേ ഉള്ളൂ, നല്ലത് പറയുന്നവരേ ഉള്ളൂ. ആ സ്വർഗത്തിലുള്ളതൊന്നും തീരുന്നതല്ല. ഇവിടെയുള്ള എല്ലാ മാളികകളും, ഇവിടെയുള്ള എല്ലാ സമ്പത്തുകളും, ഇവിടെയുള്ള എല്ലാ ആരോഗ്യവും എല്ലാം ഒരു ദിവസം പിരിഞ്ഞു പോകുന്നതാണെങ്കിൽ സ്വർഗത്തിലുള്ളത് അങ്ങനെ പിരിഞ്ഞു പോകുന്നതല്ല. ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. ഖുർആൻ പറഞ്ഞില്ലേ, കാലകാലം സ്വർഗത്തിലുള്ളവര് സ്വർഗത്തിൽ തന്നെ. അവിടെ ഊരവേദനയില്ല, അവിടെ കാതുന്നൊലിക്കലില്ല, മൂക്കുന്നൊലിക്കലില്ല, അവിടെ അതാ കൊരയില്ല, അവിടെ മഞ്ഞപ്പിത്തമില്ല, പനിയില്ല, അവിടെ തലവേദനയില്ല, ഡിസ്കിന്റെ വേദനയില്ല, ക്യാൻസർ ഇല്ല, അൾസർ ഇല്ല, ട്യൂമർ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, അവിടെ ആരോഗ്യം തകരലില്ല. അവിടെ മനുഷ്യന് സന്തോഷമല്ലാത്തതൊന്നുമില്ല. അതേ ദുന്യാവിലെ ഭാര്യയെ നീ ദീനിന്റെ ചിട്ടയിൽ ജീവിപ്പിച്ചിട്ടുണ്ടോ? അവൾക്ക് ഈമാനും തഖ്വയുമുണ്ടോ? നിനക്കും ഈമാനും തഖ്വയുമുണ്ടോ? എങ്കിൽ നിന്റെ ദുന്യാവിലെ ഭാര്യയെ ആ സ്വർഗത്തിലെ ഹൂറുല്ലിങ്ങളെക്കാൾ നല്ല ഭംഗിയോടെ ആരോഗ്യത്തോടെ നിനക്കും അവൾക്കും 33 പ്രായത്തിന്റെ പരിധി വെച്ചിട്ട് അതേ ഒരിക്കലും മുഖം ചുളിയാതെ, ഒരിക്കലും രോമം വെളുക്കാതെ, ഒരിക്കലും ക്ഷീണം സംഭവിക്കാതെ, അസ്വാജും മുതഹറ, ഒരിക്കലും മെൻസസ് ഉണ്ടാകാതെ, പ്രസവ വേദനയോ പ്രസവ രക്തമോ ഇല്ലാതെ, കഫമോ മറ്റ് മാലിന്യങ്ങളോ ഇല്ലാതെ, വിയർത്തൊലിക്കുന്ന പ്രശ്നമില്ലാതെ, ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ, സൂര്യന്റെ ചൂടില്ല, കടുത്ത തണുപ്പില്ല, സന്തോഷത്തോടു കൂടെ യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ, സുന്ദരന്മാരായ ചെറിയ കുട്ടികൾ വന്ന് കറങ്ങുന്നു. അതേ നല്ല പാത്രങ്ങളിൽ പാനീയം കൊണ്ടുവന്ന് തരുന്നു. എപ്പോഴും ആ മക്കൾ അങ്ങനെ തന്നെ. ആ മക്കൾക്കൊരിക്കലും തന്നെ അതാ രോമം മുളക്കലില്ല, ഭംഗി നഷ്ടപ്പെടലില്ല. ആ മക്കൾ കറങ്ങുകയാണ്. അതുപോലെ നിന്റെ സ്വന്തം മക്കളും നിന്റെ ബാപ്പയും ഉമ്മയും കുടുംബവും ഒക്കെ സ്വർഗത്തിൽ നിന്റെ കൂടെ അൽഹഖനാബിയും ദുർരിയാത്തിയും കൂടെ ജീവിക്കുകയാണ്. നീയും നിന്റെ ഭാര്യയും സന്തോഷത്തിലാണ്. നിന്റെ മനസ്സിൽ മറ്റൊരാൾക്കും നിന്നെക്കാൾ കൂടുതൽ കിട്ടിയതായി തോന്നുന്നില്ല. നിനക്കൊരു പ്രശ്നവും അവിടെ ഇല്ല, ഒരു നിയമവും പേടിക്കേണ്ടതില്ല, ഒരു യും ഭയപ്പെടേണ്ടതില്ല, ഒരു മുഖാലഫയും ഭയപ്പെടേണ്ടതില്ല, ഒരു ടിക്കറ്റും എടുക്കേണ്ടതില്ല, ഒരു പാസ്പോർട്ടിന്റെയും ആവശ്യമില്ല. അതേ ലഹും മാ യശാഊൻ, സ്വർഗത്തിൽ കടന്നവരുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അവർക്കവിടെ എത്തിച്ചേരുകയാണ്. എന്നാൽ അതൊക്കെ കൊടുക്കുന്നതിന്റെ പുറമേ പടച്ച റബ്ബിന്റെ പൊരുത്തം കരുതി നോമ്പെടുത്തവർ, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ജീവിച്ചവർ, അവർക്ക് റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതേ ലിസായിമി ഫറഹത്ത് അലി, നോമ്പുകാരന് ദുന്യാവിലൊരു സന്തോഷം അത് നോമ്പ് തുറക്കുമ്പോഴാണെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുന്ന സന്തോഷം. അള്ളാഹുവേ, നിന്റെ വെള്ളം കുടിച്ച് നിന്റെ ഭക്ഷണം കഴിച്ച് നിന്റെ ഭൂമിയിൽ ജീവിച്ച അടിമകളായ ഞങ്ങൾ കാണാൻ നീ കണ്ണു തന്നു, കേൾക്കാൻ നീ കാതു തന്നു, പിടിക്കാൻ നീ കൈ തന്നു, നടക്കാൻ നീ കാല് തന്നു. ആവശ്യമുള്ളതൊക്കെ രാജാവാണ് നീ. നിന്നെ കാണൽ ഞങ്ങൾ ആഗ്രഹമാണ് അല്ലാഹ്. സ്വർഗത്തിൽ നിന്റെ മുഅ്മിനീകൾക്ക് മുത്തഖീകൾക്ക് നിന്നെ കാണാൻ നീ അവസരം നൽകുമ്പോൾ ഈ മഹത്തായ വെള്ളിയാഴ്ചയുടെ ബറക്കത്തുകൊണ്ട്, ഈ റമളാനിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു,
നിന്നെ കാണാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, ശിഷ്യന്മാർക്ക്, ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവർക്ക്, ഞങ്ങളെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക്, ഞങ്ങളെ പ്രിയം വെച്ച മുഴുവൻ മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾക്കും, ഈ സദസ്സിലിരുന്ന് പ്രസംഗം കേൾക്കുന്നവരും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നെറ്റിലൂടെ കേൾക്കുന്നവരും, ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീകൾ എവിടെയുണ്ട് ഞങ്ങൾക്കൊക്കെ നിന്നെ കാണാൻ അവസരം തരണേ അല്ലാ. അതാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സന്തോഷം. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന النعيم إذا رأوه فيا خسران أهل الاتزال. സ്വർഗത്തിലുള്ള മുഴുവൻ ആഡംബരങ്ങളും അല്ലാഹുവിനെ കാണുന്ന ആനന്ദത്തിൽ മറന്നുപോയി. അതിനു വേണ്ടിയാണ് സാലിഹീകൾ ജീവിച്ചത്, അതിനു വേണ്ടിയാണ് സാലിഹീകൾ പ്രവർത്തിച്ചത്, അതിനു വേണ്ടിയാണ് അവർ ലോകത്തുള്ള ഭൗതികമായ ആഡംബരങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം റബ്ബിനെ സ്നേഹിച്ച് മുത്തഖീങ്ങളായി സാലിഹീങ്ങളായി ജീവിച്ചത്. റബ്ബേ, അവരുടെ വഴി പിന്തുടർന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ബിസിനസ്സുകളും ജോലികളും ഒക്കെ നടത്താതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ പരിപോഷിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എടുക്കുന്ന ജോലികളിലും ബിസിനസ്സുകളിലും, ഞങ്ങളുടെ എല്ലാ കൃഷികളിലും, പഠനങ്ങളിലും, അധ്യാപനങ്ങളിലും, യാത്രകളിലും, കുടുംബങ്ങളിലും ഞങ്ങളോട് ദീനീ പ്രവർത്തന രംഗത്ത് സഹകരിക്കുന്നവർക്കും ഞങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ആഖിറത്ത് നഷ്ടപ്പെടുന്ന ദുനിയാവ് തന്നേക്കരുത് അല്ലാഹ്. ഹലാൽ കൊണ്ട് ഹറാമിൽ നിന്ന് ഞങ്ങളെ മതിയാക്കണേ അല്ലാഹ്. വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. നിങ്ങൾ ആമീൻ പറയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ പലരും ദുആ ചെയ്യാൻ വിനീതനായ എന്നോട് പറയുന്നത്, അല്ലാതെ എന്നെ കണ്ടിട്ടല്ല. ഞാൻ കുറ്റിയാടി സിറാജുൽ വയത് പറയുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഫോൺ വന്നു. തീവ്രവാദികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ തീവ്രവാദികൾ കൊല്ലൂ എന്ന് പറയുന്നത് ആർക്കണം. അൽഹംദുലില്ലാഹ് സസന്തുമായിരുന്നു, വളരെ പെട്ടെന്ന് വിട്ടുകിട്ടി. ആഫ്രിക്കയിലുള്ള പ്രവർത്തകന്മാർ ആഫ്രിക്കയിലൊന്ന് വരണം, ഞങ്ങൾക്ക് സിറാജുലുദ്ദീനായിട്ടൊക്കെ സഹകരിക്കണം, നിങ്ങൾ ആഫ്രിക്കയിൽ വരണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ പോകാൻ സമയം കിട്ടില്ല. റമദാൻ കഴിഞ്ഞിട്ട് പോകണം എന്നെൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ദുആക്ക് ഉത്തരം കിട്ടുന്നത് സദസ്സിലുള്ള മുഅ്മിനീങ്ങളുടെ ഗുണമാണ്, അല്ല എൻ്റെ ഗുണം കൊണ്ട് എനിക്ക് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീകളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസോട് ആമീൻ പറയണം. പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞു. ഭാര്യയുടെ ശ്വാസകോശത്തിന് ഓസുള്ളത് കൊണ്ട് പ്രത്യേകം ദ്വാരക്കണം. വായിൽ കൂടി രക്തം വരുന്നു, ദ്വാരക്കണം. അല്ലാഹുവേ, ആ സഹോദരിയുടെ രോഗം പെട്ടെന്ന് നീ സുഖപ്പെടുത്തണം റഹ്മാനെ, പെട്ടെന്ന് സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, താജുൽ ഉലമ, ഖമറുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ, നമ്മുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ, അതുപോലെ ഒതുക്കുങ്ങൽ സുലൈമാൻ ഉസ്താദ്, പൊന്മൾ ഉസ്താദ്, അങ്ങനെ നമ്മളെ ആലിമീങ്ങൾ, അല്ലാഹു തആല നമ്മളെ എല്ലാ ആലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ ആലിമീങ്ങളുടെയും ഖബറിൽ അല്ലാഹു തആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ഈക ഉസ്താദ്, അതുപോലെ തന്നെ ഓക്കെ ഉസ്താദ്, പുല്ലൂക്കര ഉസ്താദ്, സി ഉസ്താദ്, അങ്ങനെ ഇവിടെ തുടങ്ങി നമ്മുടെ നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുൽ ഉസ്താദ്, ഇബിജാൽ ഉസ്താദ്, നമ്മുടെ ഉസ്താദ്മാർ പലരും വഫാത്തായിപ്പോയവരുണ്ട്. അല്ലാഹുവെ, എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിൽ നീ ദർജനെ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. നല്ല നീയത്തോടെ ആമീൻ പറയണം. ഒരുപാട് ആളുകൾ സിറാജുലുദ്ദീനിലേക്ക് നേർ ചെയ്ത് ആർക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല സ്ഥാപനത്തിന് തന്നൊരു ബർക്കത്താണ്. നിങ്ങളൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളൊക്കെ കുറ്റ്യാടി വരണം, സിറാജുലുദ്ദീനിലേക്ക് കാണാൻ വരണം. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുടെ സന്ദർശകരുടെ ദിവസമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ചെറിയ കുട്ടികളെടുത്ത് നിൽക്കുന്ന കുറേ ആൾ കാണാം. അവരൊക്കെ മക്കളില്ലായിട്ട് നേർച്ചയാക്കിയിട്ട് കുട്ടികൾ അല്ലാഹു തആല കൊടുത്തവരായിരിക്കും. ഒരു മാസത്തിൽ 20 ലക്ഷം റുപ്യോളം സിറാജുലുദ്ദീനിൽ നേർച്ച കിട്ടും നാട്ടിൽ. പക്ഷേ 60 ലക്ഷം റുപ്യോളം ചിലവിന് വേണം. അതുകൊണ്ട് എത്ര കിട്ടിയാലും മതിയാവില്ല. നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ സഹായിക്കണം. ഇവിടുന്ന് വീടെടുക്കാൻ വേണ്ടി പറയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മമ്നുവാണ്, അതുകൊണ്ട് പറ്റൂല, അവിടെ ചെയ്യൂല. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ സഹായിക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നമ്മുടെ സിറാജുലുദ്ദീനയുടെ പ്രവർത്തകന്മാരും മറ്റും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ദീനീ പ്രവർത്തനത്തിൽ സഹകരിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ ഓതി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്നവരുണ്ട്, വീട്ടിൽ വെച്ച് ഭക്ഷണം തന്നവരുണ്ട്. ദിവസം പഠിക്കുമ്പോൾ മർക്കസിൽ നിന്ന് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ആ ഭക്ഷണത്തിൽ ആരൊക്കെയാണ് പങ്കുവഹിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം റമദാനിൽ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ മർക്കസ് പഠിക്കുന്ന സമയത്ത് മർക്കസിലെ മുത്തഅല്ലിമിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആരൊക്കെ വരിസംഖ്യ കൊടുത്തവരുണ്ടോ അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ മരിച്ചാലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടാവും.
അപ്പോൾ അങ്ങനെ ഞാൻ മാത്രമല്ല, അങ്ങനെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മർക്കസിൽ നിന്ന് പഠിച്ചവരുണ്ട്. അവരെവിടെയൊക്കെ ദീനീ പ്രചരണം നടന്നുണ്ട്. അപ്പോഴൊക്കെ മർക്കസിലെ കുട്ടികളുടെ ഭക്ഷണത്തിന് കൊടുത്തവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടാവും. ഇതുപോലെ സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. 1000-ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. 788 സ്റ്റാഫുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു തന്ന നിഅമത്ത് എന്നൊക്കെ ഞാൻ പറയാൻ, ഭക്ഷണം ഞാനും കഴിക്കലുണ്ട്. ഞാനിതുവരെ ശമ്പളമൊന്നും പറ്റിയിട്ടില്ല. ആ വകയിൽ അള്ളാഹുത്തിന് എനിക്കൊരു പ്രയാസമൊട്ട് തന്നിട്ടുമില്ല. അള്ളാഹ് എന്നെ നല്ല പൊന്നുപോലെ ജീവിപ്പിക്കുന്നുണ്ട്. ഒരു പ്രയാസവും അള്ളാഹുത്തിന് തന്നിട്ട് അത് ആ സ്ഥാപനത്തിൻ്റെ ബർക്കത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ സിറാജുൽ ഹുദയിൽ വരണം എന്ന് ഞാൻ ക്ഷണിക്കുന്നു. അള്ളാഹുത്തിന് നമ്മുടെ അമലുകളൊക്കെ സാലിഹാമലായി സ്വീകരിക്കട്ടെ. പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മളെ ഉമ്മ ബാപ്പമാർ പലരും മരിച്ചുപോയി, നമ്മളെ പ്രവർത്തകന്മാർ പലരും മരിച്ചുപോയി. നമ്മുടെ നാട്ടിക ഊക്കറാജി, ഞാൻ നേരത്തെ പറഞ്ഞു, ഷായദി, അതുപോലെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പലരും, നമ്മുടെ കൊല്ലം ഇബ്രാഹിമായിട്ട് അങ്ങനെ പലരും മരിച്ചുപോയി. നമ്മുടെ ഉമ്മ ബാപ്പാർ മരിച്ചുപോയി, ഉസ്താദുമാർ മരിച്ചുപോയി. ഷെയ്ഖ് സായിദ്, അള്ളാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. അദ്ദേഹമാണ് ഇങ്ങനെ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രസംഗിപ്പിക്കാനുള്ള സംവിധാനം തുടങ്ങി വെച്ച ആൾ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ പെട്ടെന്ന് ഓതിയിട്ട് ദ്വാരക്കാം. ഇലാ ഹദറത്തിൻ നബി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ ഇലാ ഹദറത്തി അശ്ശൈഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിൻ്റെ പുറമേ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരുടെ ഹദറത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അസ്ഹാബുൽ ബദർ മുതൽക്ക് എല്ലാ സഹാബത്തിൻ്റെ ഹദറത്തിലും എല്ലാ അമ്പിയാക്കളുടെ ഹദറത്തിലും എല്ലാ സാലിഹീങ്ങളുടെ ഹദറത്തിലും റബ്ബേ നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവരാരൊക്കെ മരിച്ചുപോയോ എല്ലാവരും ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. ഈ രാജ്യത്തിൻ്റെ സ്ഥാപകനും സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ കൊണ്ടുവന്ന് ആദരിച്ച് ബഹുമാനിച്ച് ഈ രാജ്യത്തെ ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്ത ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഷെയ്ഖ് സായിദിൻ്റെ ഖബറിൽ നീ പ്രത്യേകം എത്തിക്കണം റഹ്മാനെ. അതുപോലെ ഇവിടെ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ അടിമകളായ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇത് വെള്ളിയാഴ്ചയാണ്. ഇതൊരു നല്ല ബറക്കത്തുള്ള സദസ്സാണ്. ആയിരങ്ങൾ നിസ്കരിച്ച പള്ളിയാണ്. നിനക്ക് സുജൂദ് ചെയ്ത സ്ഥലമാണ്. ഈ വെള്ളിയാഴ്ച ഈ മഹത്വമേറിയ സമയത്ത് നിന്നോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊക്കെ നോമ്പിലാണ് അല്ലാ. നോമ്പ് നിൻ്റെ ഇബാദത്തല്ലേ അല്ലാ. ഞങ്ങളൊക്കെ നിൻ്റെ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ് അല്ലാ. ഞങ്ങൾ ഇൽമു പറയുകയും കേൾക്കുകയും ചെയ്ത സദസ്സാണ് അല്ലാ. നിൻ്റെ ഖുർആനിൽ നോദിയ സദസ്സാണ് അല്ലാ. ഞങ്ങൾക്ക് നിന്നോട് താണുകയാണ് പറയാനുള്ളത്. ഞങ്ങളാരും മഅസൂമികളായ നബിമാരല്ല. അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ചെറുതോ വലുതോ നീ ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ട് അതിനെല്ലാം നന്ദി ചെയ്യേണ്ട ഞങ്ങൾ എന്ത് തെറ്റുകളാണോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയത് അതെല്ലാം നീ അറിയുന്നവനാണ് അല്ലാ. ഞങ്ങൾ മറന്നാലും നീ മറക്കാത്തവനാണ് അല്ലാ. നിന്റെ മലക്കുകൾ റിക്കാർഡാക്കിയതാണ് അല്ലാ. ഈ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉമ്മത്തുകൾ ഞങ്ങളെല്ലാവരും കൂടി നിന്നോട് കൂട്ടായി മാപ്പ് പറയുന്നു അല്ലാ.
ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് ചെയ്യണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് അല്ലാ. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. തെറ്റിൻ്റെ ചിന്താഗതികൾ നിങ്ങളെ മനസ്സ് മാറ്റിക്കളയണം അല്ലാ. നല്ലത് ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും തരണം അല്ലാ. അതിനുള്ള അവസരങ്ങൾ ഏറ്റിത്തരണം അല്ലാ. ക്ഷീണവും ഉറക്കമായി ഞങ്ങളെ നീ നശിപ്പിക്കരുത് അല്ലാ. റബ്ബേ, ഞങ്ങളെ കൂടെ വാഹനം ഓടിച്ച് അധ്വാനിക്കുന്ന ഡ്രൈവർമാരുണ്ട്, ഞങ്ങളുടെ കൂടെ പ്രവർത്തന രംഗത്ത് സഹായിക്കുന്ന മുഅ്മിനീങ്ങൾ നാട്ടിലുണ്ട്, വിദേശങ്ങളിലുണ്ട്. ഞങ്ങൾ നടത്തുന്ന ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവരും അതിന് പ്രവർത്തിക്കുന്നവരും ലോകത്ത് പല സ്ഥലത്തുമുണ്ട്. എല്ലാവർക്കും നീ സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അവർക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ആരോഗ്യം തരണേ അല്ലാ. സർവ്വ ഐശ്വര്യങ്ങളും ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും സന്താനങ്ങളിലും എല്ലാ രംഗത്തും നീ തരണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ. ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ. ലൈസൻസിൻ്റെയും ഇഖാമയുടെയും അതുപോലെ പാസ്പോർട്ടിൻ്റെയും റിലീസിൻ്റെയും തനാസുലിൻ്റെയും ഏത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. എത്ര വലുതോ ചെറുതോ ആയ എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഹാർട്ടിൻ്റെ രോഗം, വാൾവിൻ്റെ രോഗം, കിഡ്നിയുടെ രോഗം, ചർമ്മരോഗം, മാനസിക രോഗം, അലർജിയുടെ രോഗം, ക്യാൻസറും പ്രഷറും ഷുഗറും അൾസറും ട്യൂമറും, പടച്ച റബ്ബേ, ഏത് രോഗം, ഏത് വേദന, ഏത് കടച്ചിൽ, ഏത് രോഗമുണ്ടോ, ഏത് ക്ഷീണമുണ്ടോ, ഏത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. പനിയും പടച്ച റബ്ബേ, പലവിധം പനികളും മഞ്ഞപ്പിത്തവും അതുപോലെ ചിക്കൻ ബോക്സും എന്തെല്ലാം പകർച്ചവ്യാധികളും നീ എല്ലാം മാറ്റിത്തരണേ അല്ലാ. ഹൈറായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേർച്ചകൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, അവർക്കൊന്നും കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അവർ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, നിന്റെ ദീന് പഠിക്കുന്ന ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക്, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിയക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അതുപോലെ അതിനുവേണ്ടി വരസംഖ്യ നൽകുന്നവർ, മറ്റ് സംഭാവന നൽകുന്നവർ, അവർക്കൊക്കെ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകണേ അല്ലാ. ഇവരുടെ മുഴുവൻ ഏർപ്പാടുകളിൽ നിന്റെ കാവലും ബറക്കത്തും നൽകണേ അല്ലാ. സർവ്വ മുസീബത്തുകളിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും പലതവണ ഞങ്ങൾക്കും ഉദ്ദേശിച്ചവർക്കും തൗഫീഖ് തരണേ അല്ലാ. ഇണകളില്ലാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾക്ക് വിറ്റ് പോകേണ്ടത് നീ തന്നെ, അത് കൈമാറ്റം ചെയ്യാൻ ഹൈറായ വഴി തരണേ അല്ലാ.